ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, ലോഗോ വളരെ ഇമ്പ്രസീവ് ആയിരിക്കണം. ഉദ്ദേശിക്കുന്ന ലോഗോ കാണുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കണം, അതേപോലെ അട്രാക്റ്റീവ് ആയിരിക്കണം, ഒരു യുണീക്ക് ഫീല് ലോഗോന് കിട്ടണം. എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ലോഗോ ഇഷ്ടപ്പെടുന്ന തരത്തിൽ വേണം നമ്മൾ ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ. ഈ രണ്ടാമത്തെ പോയിൻ്റ് എന്ന് വെച്ചാൽ ഒരു ഫീലിംഗ് ലോഗോനുണ്ടായിരിക്കണം. ഏത് ബിസിനസ്സാണോ ആ ബിസിനസ്സിൻ്റെ ഒരു ഫീലിംഗ് കിട്ടുന്ന രീതിയിൽ വേണം ലോഗോ ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഹെൽത്ത് കെയറിൻ്റെ ഒരു ഫീലിംഗ് അല്ല കൺസ്ട്രക്ഷൻ ഫീൽഡിന്. അപ്പോൾ ഈ ഒരു വ്യത്യാസം നമുക്ക് ഈ ലോഗോയിലും കാണാൻ പറ്റണം. മൂന്നാമത്തെ പോയിൻ്റ്, വിസിബിലിറ്റി. ഈ ലോഗോ നമ്മൾ പല സ്ഥലത്ത് യൂസ് ചെയ്യും. ഹോർഡിങ്, ബോർഡ്, ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിൽ, അങ്ങനെ മൊബൈലിൽ. അപ്പോൾ ചെറിയൊരു സൈസ് ആക്കുമ്പോൾ വലിയൊരു സൈസ് ആക്കുമ്പോൾ ഈ ലോഗോൻ്റെ വിസിബിലിറ്റി നഷ്ടപ്പെട്ടു വരും. എന്നുവെച്ചാൽ ചെറുതാക്കുമ്പോൾ ചിലപ്പോൾ ആ ലോഗോ തീരെ കാണില്ല. അതിൻ്റെ സൈസ് ചെറുതാണെങ്കിൽ കാണാൻ പറ്റാത്ത പ്രശ്നം, ഒരു കളർ തീരെ ലൈറ്റ് ആണെങ്കിൽ അങ്ങനെ കാണാത്ത പ്രശ്നം, ദൂരെ ആകുമ്പോൾ കാണില്ല. ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നോക്കണം. കളറ്, ഷേപ്പ്, തിക്നെസ് ഒക്കെ വെച്ചിട്ട് വേണം നമ്മൾ വിസിബിലിറ്റി സെറ്റ് ചെയ്യാൻ. നാലാമത്തെ കാര്യം വെച്ചാൽ ഒരു മീനിങ് ഫുൾ ആയിരിക്കണം. മീനിങ് ഫുൾ എന്ന് വെച്ചാൽ ഈ ലോഗോൻ്റെ ഒരു മീനിങ് ഉണ്ടായിരിക്കണം. ലോഗോ നമുക്ക് പല വിധത്തിൽ മീനിങ്, ഇന്നർ മീനിങ്, ഔട്ടർ മീനിങ്ങോ എങ്ങനെയാണെങ്കിലും ഒരു മീനിങ് കൂടി ഉണ്ടാകും, അതിന് കുറച്ചും കൂടി വാല്യൂ കൂടും. അപ്പോൾ പല ഡിസൈനേഴ്സ് പല രീതിയിലാണ് മീനിങ് ഉൾക്കൊള്ളിക്കുക. ഫോർ എക്സാമ്പിൾ ഗ്രോത്ത്, പാഷൻ, അങ്ങനത്തെ കുറേ ഇന്നർ മീനിങ്സും കാര്യങ്ങളും ആ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. ബിസിനസ്സായിട്ട് റിലേറ്റ് ചെയ്യുന്ന മീനിങ്സ് കൊള്ളിക്കാം. അപ്പം അങ്ങനെ മൊത്തത്തിലാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ലോഗോ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ഏറ്റവും നല്ലൊരു ഓഡിയൻസിന് കിട്ടുന്ന രീതിയിൽ നമുക്ക് ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.